Hello guys, welcome back to Flying Friggies. It's me Kiran. It's me Reshma. So നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ ആണ്. ഇനോഗ്രൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിമിംഗ് സ്റ്റേഷനാണ് ആക്ച്വലി. ഇത് വരുന്നത് പരമ്പരാഗതമാണ്. അലിബാബയുടെ അടുത്തായിട്ട് അതിന്റെ സൈഡിൽ കൂടെയുള്ള റോഡിലാണ്. ഇവിടെ ഒരു ബെസ്റ്റ് ബേക്കറി ഉണ്ട്. ആ ബെസ്റ്റ് ബേക്കറിയുടെ മോഡലാണ് ഈ പ്ലേ സ്റ്റേഷൻ വരുന്നത്. ഇതിന്റെ പേര് വരുന്നത് ഗോഡ് ഗെയിം എന്നാണ്. സോ വീഡിയോ കാണുക. സോ ഗൈസ്, ഇത് ഗോഡ് ഗെയിമിംഗ് എന്നാണ്. ആക്ച്വലി ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞത് തെറ്റിപ്പോയതാണ് ഗോഡ് ഗെയിം എന്നുള്ളത്. സോ ഇത് ഗോഡ് ഗെയിമിംഗ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഇനോഗ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സബ് കളക്ടറാണ് ഇവിടെ ഇനോഗ്രേഷൻ ചെയ്തത്. സോ ഇനോഗ്രേഷൻ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. സോ ഇവിടെ അടിപൊളിയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുകളും ഉണ്ടായിരുന്നു. ഇന്നോവേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ വന്നായിരുന്നു. കാരണം ഇവിടുത്തെ ഏരിയയിൽ ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ടൈമാണ്. കുറേ പേര് ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും ഈ ഒരു ഗെയിം കളിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കളക്ടറും ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നല്ലോണം എൻജോയ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. First of all, we contacted our district collector. So district collector is not here. He is with the family in Idiki. So today one big writer has come from the newspaper. I shared that to you all. And I thank from all the people for coming and inaugurating our small business concern. സോ ബില്ലിയാർഡ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഫസ്റ്റ് ഇനോഗ്രലായിട്ട് തന്നെ നമ്മുടെ കളക്ടർ തന്നെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അത് മാത്രം എനിക്ക് കിട്ടി ആക്ച്വലി. സോ ബാക്കി കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ ആയിരുന്നു നമ്മുടെ ഇനോഗ്രലിൻ്റെ പരിപാടിയായിട്ട് വന്നത്. സോ ആക്ച്വലി നമ്മൾ ഇനോഗ്രേഷനിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. സോ നമുക്കിവിടെ ഒരു നല്ലൊരു പൂൾ ബോർഡ് ഉണ്ട്, ബില്ലിയാർഡ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ നല്ലൊരു അടിപൊളി ഗെയിം കളിക്കാനായിട്ടൊക്കെ ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വന്ന് ഇത് കളിക്കാൻ വേണ്ടി വരാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അവരും ഏജൊന്നും നോക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഒരു ആൾക്കാരും ട്രൈ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇവിടെ വന്നത്. ആക്ച്വലി ഫസ്റ്റ് 3 ദിവസം ഇത് ഫ്രീ ആയിരുന്നു. സോ സാധാരണ അൺലിമിറ്റഡ് ആയിട്ടൊക്കെ ആൾക്കാർ കളിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡും തേർഡ് ഡേയ്സ് ഒക്കെ ആണ്ട് 1 hour ഫ്രീ എന്നുള്ളതൊക്കെ ആക്കിയത്. ഇവിടെ ബില്ലിയാർഡല്ല, നമ്മളുടെ അടിപൊളി ഇന്റർനാഷണൽ ലെവലിൽ എന്നുള്ളത് പറയാമെന്നാൽ തന്നെ ഒരു ഗെയിംസ് പ്ലേ സ്റ്റേഷൻ ഏരിയ ഉണ്ട്. PS5 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള PS5 തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്ലസ് അടിപൊളി ഗെയിംസും ഇവിടെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഫുട്ബോള്, കാർ റേസ്, പിന്നെ ഫൈറ്റിംഗ്. എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വാർ ഗെയിം ഉണ്ടായിരുന്നു. സോ പിന്നെ വരുന്നത് ആക്ച്വലി നല്ലൊരു WWF ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി പിള്ളേരെല്ലാവരും എൻജോയ് ചെയ്യും. ആക്ച്വലി ഇത് പിള്ളേർക്ക് മാത്രമല്ല ഇത് വരുന്നത്, ഇത് മുതിർന്നവരും വന്ന് കളിക്കാനുള്ള ഒരു നല്ലൊരു ഏരിയ ആണ്. നമുക്കൊരു സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കളിക്കാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും വരണം. പിന്നെ ഗെയിമിന് മുമ്പ് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെയും കളിക്കാൻ വേണ്ടി ചെറിയ ബോർഡ് ഗെയിംസ് ഒക്കെ അവൈലബിൾ ആണ്. അത് തികച്ചും ഫ്രീ ആണ് കേട്ടോ. ആർക്ക് വേണമെങ്കിൽ വന്ന് അത് കളിക്കാം. പിന്നെ മുതിർന്നവരും വന്ന് കളിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പ്ലേ സ്റ്റേഷനിൽ കളിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വരുന്നത് VR ഗെയിംസ് ആണ്. അതിൽ മെയിനായിട്ട് പറയാമെന്ന് വെച്ചത് റോളർ കോസ്റ്റൊക്കെയാണ്. VR നമുക്ക് വെച്ചിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ റോളർ കോസ്റ്ററിൽ നേരിട്ട് പോകാതെ തന്നെ നമുക്ക് വെർച്വലായിട്ട് തന്നെ നമുക്ക്
അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ ആ ഒരു ഫീല്, ആ സെയിം ഫീല് തന്നെ നമുക്ക് ഇവിടെ വെർച്വലി കിട്ടാനായിട്ടുള്ള ഒരു ഇതാണ് VR ഗെയിംസ് വെച്ചിട്ട് സാധിക്കുന്നത്. സോ അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റാണ്. സോ VR വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ കാണുന്നത്. ഐ മീൻ TV കണ്ടിട്ടുണ്ട്, ബട്ട് നേരിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്കും കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് തിരക്കാണ്. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് കളിക്കാന്നുള്ള ഒരു ഇതിലാണ് ആക്ച്വലി നിന്നത്. സോ അതും നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ആക്ച്വലി അധികം നല്ല റേറ്റ് ഒന്നും വരുന്നില്ല, എല്ലാം റേറ്റ് ഒക്കെ കുറവാണ്. ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റേറ്റ് ഒക്കെ ഞാൻ ഇട്ടേക്കാം. പിന്നീട് അവർ മാച്ചൊക്കെ നടത്തുമെന്നാണ് പറഞ്ഞത്. സോ ഇത് രേഷ്മയുടെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് കേട്ടോ. സോ ഇവരായിട്ട് ഒരു ചെറിയൊരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് പിരിഞ്ഞത്. സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.